ചില ആളുകളെ സ്ട്രെച്ചറിൽ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ അജിത് പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള ആശങ്കാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന, അവിടുത്തെ BJP അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അജിത് പവാർ. NCP നേതാവാണ് അജിത് പവാർ. ശരത് പവാറുമായി ഇടഞ്ഞ് BJP പക്ഷത്തേക്ക് NDAയിലേക്ക് പോയിരുന്ന ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം BJPയുടെ ഒപ്പമുണ്ടായി. BJPക്ക് വലിയ രീതിയിൽ ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു നേതാവ് കൂടിയാണ് അജിത് പവാർ. ആ അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച്, NCPയെ സംബന്ധിച്ച്, മഹാരാഷ്ട്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ആശങ്കാജനകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആംബുലൻസ് ചില പരിക്കേറ്റവരുമായി ആംബുലൻസുകൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആംബുലൻസിലുള്ളവരുടെ ആരോഗ്യനില എന്തുമാത്രമാണ് എങ്ങനെയാണ് എന്നുള്ളതിൽ നമുക്കിതുവരെ വ്യക്തതയില്ല. മാത്രമല്ല, ഈ അപകടത്തിൽ പ്രദേശവാസികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്ക് ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. 3-4 ആംബുലൻസുകൾ അവിടെ ചീറിപ്പായുന്ന ദൃശ്യങ്ങളുണ്ട്. ചില ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നതായി കാണുന്നുണ്ട്. അത് പ്രദേശവാസികളാണോ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണോ എന്നുള്ള കാര്യത്തിൽ അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്ന ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും വിമാനം കത്തിക്കരിഞ്ഞ നിലയിലാണ്. അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. എത്ര ഉയരത്തിൽ നിന്നാണ് വിമാനം തകർന്നു വീണത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം ഏറ്റവും നിർണായകമായത് അജിത് പവാറിന്റെ ആരോഗ്യനില, ഒപ്പം വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു, അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്, അജിത് പവാറിനെ അടക്കം ആശുപത്രിയിലേക്ക് മാറ്റി എന്ന വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശവാസികൾ ആരെങ്കിലും ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇതിൽ പ്രദേശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതൊരു വിജനമായ പ്രദേശമാണ്. അവിടെ അധികം ആളുകൾ കാണാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും നിരവധി ആംബുലൻസുകൾ ആ വഴി പോകുന്നത് കൊണ്ട് തന്നെ, മാത്രമല്ല ചില ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ ആ പ്രദേശം ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം വർദ്ധിപ്പിക്കുകയാണ്. കാരണം അത്രയധികം വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് നടന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകും. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. നിരവധി പേപ്പറുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചിതറിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നു. മാത്രമല്ല, ഒരു സ്ത്രീയുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത് പ്രദേശവാസിയാണോ അല്ലെങ്കിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ വലിയ രീതിയിൽ വലിയൊരു അപകടമാണെന്നുള്ള ദാരുണമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇനി എന്താണ് മഹാരാഷ്ട്രയിൽ ഇനി അടുത്ത നീക്കങ്ങൾ എന്നുള്ളത് അറിയില്ല. അവിടുത്തെ പോലീസും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ആ സ്ഥലത്തുണ്ട്. അതുമായി സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ഉപമുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം Z+ കാറ്റഗറിയിൽ VVIP കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ് അജിത് പവാർ. അദ്ദേഹം സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ അത്രയും സുരക്ഷാ സംവിധാനങ്ങളും പരിശോധനകളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള VVIPകൾ യാത്രകൾ ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും വിമാനത്തിനുണ്ടായ തകരാറുകളാണോ ഇതിൻ്റെ കാരണം, ഇത്തരത്തിലൊരു വിമാനത്തിന് ഒരു ക്രാഷ് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത്. മാത്രമല്ല, ഇത് ലാൻഡിങ്ങിനിടെ എന്തെങ്കിലും സംഭവിച്ചതാണോ, അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട് ചില വീണ്ടെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.